ഉത്തർപ്രദേശിലെ MLA ഉന്നാവോയിൽ ബലാത്സംഗം ചെയ്ത് എന്തുകൊണ്ടാ? എന്താ ഉത്തർപ്രദേശിലെ BJP MLA ബലാത്സംഗം ചെയ്ത് എന്തുകൊണ്ടാ? എനിക്ക് പറയാൻ പറ്റൂ. അല്ല അതല്ലേ ഇവിടെ പറയാൻ പറ്റൂ. അല്ല ബലാത്സംഗത്തിന്റെ കാര്യമുണ്ടാ? അല്ലല്ല ഞാൻ പറഞ്ഞത് രണ്ടിന്റെ കമ്പാരിസൺ. BJP ആരാ സംസാരിക്കുന്നത്? BJP ആരാ സംസാരിക്കും? ശരി ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്നത്, വണ്ടി ഓടുന്നത്. നിലവിൽ കൊറോണ സമയത്ത് ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊരു സർക്കാരാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ അകത്ത് കയറ്റുവാൻ ശുശ്രൂഷിക്കാനുള്ള ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാക്കിയ ആളുകളില്ല. തുച്ഛമായ ആളുകളെ ഹോസ്പിറ്റലിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അവിടെ കേന്ദ്ര സർക്കാർ നൽകിയ ഓക്സിജൻ പ്ലാന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ സാധാരണപ്പെട്ടവർക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വികസനമായി കേരളത്തിൽ? രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടു. മറുപടി രാഹുൽ. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ സാക്ഷ്യപ്പെടുത്തലാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രാപകലില്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്. ഒരു ദിവസം 3500. ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിന്റെ പരിഹാരം ഡിവൈഎഫ്ഐക്ക് തീർക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരട്ടെ, ഇവരിവിടെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ആശുപത്രിയിൽ കൂട്ടിരിപ്പില്ലാത്ത രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഡിവൈഎഫ്ഐ ആണ്. അല്ല പറയട്ടെ ഞാൻ പറഞ്ഞു വന്നോട്ടെ. ആംബുലൻസ് ഓടിക്കുന്നത് കോവിഡ് കാലത്തെയാണല്ലോ ഈ പറഞ്ഞത്. കോവിഡിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ 1500 ആംബുലൻസ് ആണ് ആലപ്പുഴ ജില്ലയിൽ ഓടിയത്. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റികളുടെ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവർ ഈ ഒരു ആംബുലൻസിന്റെ ഇവിടെ നിൽക്കുന്ന പല വാളണ്ടിയർമാരും പൂർണ്ണ സമയം ഒരു കാര്യം, ആശുപത്രിയിലെ ഫെസിലിറ്റി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞാൻ പറഞ്ഞില്ല, ആർദ്രം പദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും നടത്തിയിട്ടുണ്ട് ഈ ഗവൺമെന്റ്. അതിന്